ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. 25 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 26 ചോദ്യങ്ങളും വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഇന്ന് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണത്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ നിന്ന് കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്: തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ ലോക പ്രശസ്തനായ ആൻ ഫ്രാങ്ക് ഏത് രാജ്യക്കാരിയായിരുന്നു? ഉത്തരം ജർമ്മനിയാണ്. ജർമ്മനിയാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ആരൊക്കെയാണ് ശരിയായ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്ത് വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഇഷ, റിൻ, ശ്രീനന്ദ, അക്ഷര, സന, ദേവിക ആർ, മാളവിക, അജ്വ കെ പി, അജയ്, റിത നസീർ, ദിയ രവികുമാർ, അൻവിത് കൃഷ്ണ, സഹ്വ, ലുബാബ, സയാൻ, അഭിമന്യു ലതീഷ്, ഷിയ. ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. അതിൽ തന്നെ അക്ഷരയ്ക്ക് പരിസ്ഥിതി ദിന ക്വിസിൽ 3ാം സമ്മാനം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അക്ഷരയ്ക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ അജ്വ കെ പിക്ക് പരിസ്ഥിതി ദിന ക്വിസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അജ്വ കെ പിക്കും അഭിനന്ദനങ്ങൾ. ഇതുപോലെ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പഠിക്കുക. നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ നിങ്ങളും കാണുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരാണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണിത്. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന പാട്ട്, അത് രചിച്ചത് ആരാണ്? ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട് രചിച്ച വ്യക്തിയുടെ പേരാണ് ഇരയിമ്മൻ തമ്പി. അതായത് ഓമനത്തിങ്കൾ കിടാവോ എന്ന പാട്ട് രചിച്ച ആളാണ് ഇരയിമ്മൻ തമ്പി. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇരയിമ്മൻ തമ്പി. രണ്ടാമത്തെ ചോദ്യം: കാളിദാസന്റെ ആദ്യ നാടകമായി പരിഗണിക്കുന്ന കൃതി ഏതാണ്? കാളിദാസന്റെ ആദ്യത്തെ നാടകം എന്ന് പരിഗണിക്കുന്ന കൃതി ഏത്? മാളവികാഗ്നിമിത്രം എന്ന നാടകമാണ് കാളിദാസന്റെ ആദ്യത്തെ നാടകമായി പരിഗണിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാളവികാഗ്നിമിത്രം. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കണ്ണുനീരും കിനാവും എന്ന പ്രസിദ്ധമായ ആത്മകഥ ആരുടേതാണ്? ചോദ്യം ഇതാണ്: കണ്ണുനീരും കിനാവും എന്ന പ്രസിദ്ധമായ ആത്മകഥ ആരുടേതാണ്? കണ്ണുനീരും കിനാവും എന്ന പ്രസിദ്ധമായ ആത്മകഥ വി ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ്. ഈ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം: വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏതാണ്? അതിൻ്റെ ഉത്തരം കണ്ണുനീരും കിനാവും എന്നായിരിക്കും. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. അതായത് എഴുത്തുകാരുടെ പേരും അതുപോലെ തന്നെ അവരുടെ ആത്മകഥയും. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വായനാദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. കുറേയൊക്കെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറയാറുണ്ട്. നാലാമത്തെ ചോദ്യം ഇതാണ്: സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക ഏതാണ്? തളിര് എന്നാണ് ആ ബാലമാസികയുടെ പേര്. അതായത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസികയുടെ പേര് തളിര് എന്നാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ്? മലയാള ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏത്? മലയാള ലിപി ആദ്യമായി അച്ചടിക്കുന്നത് അഥവാ പ്രിന്റ് ചെയ്യുന്ന പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ആറാമത്തെ ചോദ്യം: എം ടിയും എം പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏതാണ്? അതായത് എം ടി വാസുദേവൻ നായരും എം പി മുഹമ്മദും ചേർന്ന് ഒരുമിച്ച് എഴുതിയ നോവൽ ഏത്?
അറബി പൊന്ന് എന്ന് പറയുന്ന നോവലാണ് ഇവർ രണ്ടുപേരും ചേർന്ന് എഴുതിയത്. ഇതേ ചോദ്യം അറബി പൊന്ന് എന്ന നോവൽ എഴുതിയത് ആരൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം MTയും MP മുഹമ്മദും ചേർന്നാണ് എന്ന് പറയുക. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? അതായത് മലയാള ഭാഷയിലെ ആദ്യത്തെ പത്രം ഏത്? മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. 1847 ഈ ഒരു പത്രം നിലവിൽ വന്നത്. ഈ നിലവിൽ വന്ന വർഷവും കൂടി പഠിക്കേണ്ടതാണ്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു നിർമ്മിച്ചത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു അഥവാ ഡിക്ഷണറി നിർമ്മിച്ചത് ആര്? ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു അഥവാ ഡിക്ഷണറി നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്നറിയപ്പെടുന്നത് വാസന വികൃതിയാണ്. ഇത് രചിച്ചിരിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. രണ്ട് കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസന വികൃതി, എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. പത്താമത്തെ ചോദ്യം ഇതാണ്. മലയാളത്തിലെ ഫസ്റ്റ് നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ്, അത് വാസന വികൃതി. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? മലയാള സർവകലാശാലയുടെ ആസ്ഥാനം തിരൂരിലാണ്. വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന് തുടങ്ങുന്ന പരിസ്ഥിതി ഗാനം രചിച്ചത് ആരാണ്? ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന് തുടങ്ങുന്ന പരിസ്ഥിതി ഗാനം രചിച്ചത് ആര്? ഇഞ്ചിക്കാട് ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന് തുടങ്ങുന്ന പരിസ്ഥിതി ഗാനം രചിച്ചിരിക്കുന്നത്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാമ്പഴം ആരുടെ കൃതിയാണ്? മാമ്പഴം എന്ന കൃതി ആരുടേതാണ്? മാമ്പഴം എന്ന കൃതി വളരെ പ്രശസ്തമായൊരു കൃതിയാണ്. അത് രചിച്ചിരിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. 14ാമത്തെ ചോദ്യം. കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ONV എഴുതിയ കാവ്യം ഏതാണ്? കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ONV എഴുതിയ കാവ്യം ഏത്? ഉജ്ജയിനി എന്നാണ് ആ കാവ്യത്തിൻ്റെ പേര്. കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ONV എഴുതിയ കവിതയാണ് ഉജ്ജയിനി. 15ാമത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏത്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലൻ എന്ന് പറയുന്ന സിനിമയാണ്. 1936 ഈ ചിത്രം റിലീസായത്. ഇത് രണ്ടും ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 16ാമത്തെ ചോദ്യം. ആദ്യമായി ചലച്ചിത്രമാക്കിയ മലയാളം നോവൽ ഏതാണ്? മലയാളത്തിലെ ഏത് നോവലാണ് ആദ്യമായി ഒരു ചലച്ചിത്രം അഥവാ സിനിമയാക്കി മാറ്റുന്നത്? മലയാളത്തിലെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവലാണ് ആദ്യമായി ഒരു സിനിമയാക്കി മാറ്റുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാർത്താണ്ഡവർമ്മ. 17ാമത്തെ ചോദ്യം. ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആരാണ്?
നമ്മുടെ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത ചെമ്മനം ചാക്കോയുടേതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ഇതുകൂടാതെ നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കൂടി കാണുക. നമ്മുടെ മറ്റ് വീഡിയോസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. 17ാമത്തെ ചോദ്യം, മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മലയാള സിനിമയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് JC ഡാനിയലാണ്. ഫാദർ ഓഫ് മലയാളം സിനിമ എന്നറിയപ്പെടുന്നത് ആരാണ്? JC ഡാനിയൽ. 18ാമത്തെ ചോദ്യം ഇതാണ്, എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? SK പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. അപ്പോൾ ഈ ഒരു ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കും, SK പൊറ്റക്കാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം എൻ്റെ വഴിയമ്പലങ്ങൾ. 19ാമത്തെ ചോദ്യം, സാഹിത്യത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? സാഹിത്യത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡിൻ്റെ പേര്? സാഹിത്യത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡിൻ്റെ പേരാണ് ജ്ഞാനപീഠം. 21ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പരിസ്ഥിതി പ്രവർത്തകനായ പ്രശസ്ത മലയാളി കവയിത്രി ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സുഗതകുമാരിയാണ് പരിസ്ഥിതി പ്രവർത്തകനായ പ്രശസ്ത മലയാള കവയിത്രി. 22ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? AR രാജവർമ്മയാണ് കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തരം AR രാജവർമ്മ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? 23ാമത്തെ ചോദ്യമാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്. 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വള്ളത്തോൾ. 24ാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 24ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വീഡിയോസിൻ്റെയൊക്കെ PDF നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിൽ PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരവും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ PDF ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിലെ അവസാനത്തെ 25ാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ക്വസ്റ്റ്യൻ ആണ്. 25ാമത്തെ ചോദ്യം ഇതാണ്, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കവിതയായിരിക്കും ഇത്. എൻ്റെ ഗുരുനാഥൻ എന്നാണ് ഈ കവിതയുടെ പേര്. ഈ കവിത രചിച്ചത് ആരാണ്? അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. ബോണസ് ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്. ഉത്തരം അറിയുന്ന എല്ലാവരും ബോണസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഉത്തരത്തിൻ്റെ കൂടെ പേര് നിങ്ങൾ നിർബന്ധമായും കമൻറ്റ് ചെയ്യേണ്ടതാണ്. 25 ചോദ്യങ്ങൾ കൊണ്ട് മാത്രം ഒന്നും ആവുകയില്ല. അതുകൊണ്ട് നമ്മുടെ മറ്റ് വീഡിയോസ് കൂടി കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കൂടി നിർബന്ധമായും കാണുക. ഇതിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു മാർക്ക് നമുക്ക് വായനാ ദിന ക്വിസ് മത്സരത്തിൽ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ എല്ലാ വീഡിയോസും കണ്ട ശേഷം നിങ്ങൾ വായനാ ദിന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക. ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.